ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ PSC സൊല്യൂഷൻസ്. ഇന്നും നമ്മൾ 100 മാർക്കിന്റെ ഒരു ഫുൾ മോക്കാണ് ചെയ്യാൻ പോകുന്നത്. വരാൻ പോകുന്ന LD ക്ലർക്കിന് വേണ്ടിയും ഖാദി ബോർഡ് LDCക്ക് മെയിൻസിനും വേണ്ടി. ഇനി നമ്മുടെ മുമ്പിൽ ഖാദി ബോർഡ് LDCക്കും തിരുവനന്തപുരത്തിനും LDCക്കും വളരെ കുറച്ച് ദിവസമാണുള്ളൂ. അപ്പൊ ഇനിയുള്ള ദിവസങ്ങൾ നന്നായിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഈ വർഷം LDC വേരിയസ് ഒരു സുവർണ അവസരമാണ്. കാരണം ഒരൊറ്റ എക്സാം ക്ലിയർ ചെയ്താൽ മതി. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പ്രിലിംസും മെയിൻസും നമുക്ക് അറിയാവുന്നതാണ്. പ്രിലിംസ് ഒക്കെ നടത്തിയപ്പോൾ ഒരുപാട് പോരായ്മകളൊക്കെ വന്നതാണ്. അതുകൊണ്ട് സുവർണ അവസരമാണ്, നമ്മൾ നന്നായിട്ട് വിനിയോഗിക്കുക. അതുപോലെ തന്നെ ഈ വർഷം ഒരുപാട് റിട്ടയർമെന്റ്സ് ഒക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എങ്ങനെയെങ്കിലും റാങ്ക് ലിസ്റ്റിൽ ഒന്ന് കയറിയാൽ നമുക്ക് ജോലി കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ ഒരുപാട് എക്സാംസ് ഒരുമിച്ച് നടക്കുക. ഇപ്പോൾ ഇത് LDC ആണ്. ഒരുപാട് ഡിഗ്രി ലെവലും +2 ലെവലിലെ ഫോഴ്സിന്റെ ഒക്കെ ഒരുപാട് എക്സാംസ് നടന്നിട്ടുണ്ട്. CPO, WCPO. ഡിഗ്രി ലെവലിൽ പറയുവാണെങ്കിൽ ഇപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, സെക്രട്ടറി അസിസ്റ്റന്റ് ഒക്കെ റാങ്ക് ലിസ്റ്റ് ഓൾറെഡി ഉണ്ട്. അപ്പൊ അതൊക്കെ കുറച്ചും കൂടി ഉയർന്ന ജോലികളായതുകൊണ്ട് ഇപ്പൊ LDC കിട്ടിയ ഒരാൾ ആ ജോലി കിട്ടിയ കൂടുതൽ അങ്ങോട്ടൊരു പ്രിഫറൻസ് കൊടുക്കും. അപ്പൊ നമ്മൾ അത്യാവശ്യം പഠിച്ച് റാങ്ക് ലിസ്റ്റ് കയറിയിട്ടുണ്ടെങ്കിൽ ഇപ്രാവശ്യം വേക്കൻസി കുറച്ച് കൂടുതലുണ്ട്. അപ്പൊ നമുക്ക് ജോലി കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെയുള്ള ദിവസം നന്നായിട്ട് വിനിയോഗിക്കും. നമ്മൾ ഒന്നും ചിന്തിക്കേണ്ട, പ്രത്യേകിച്ചും തിരുവനന്തപുരത്തുകാരെ ഒന്നും ചിന്തിക്കേണ്ട. നിങ്ങളുടെ മുമ്പിലുള്ള ദിവസങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്ന് മാത്രം അങ്ങ് ചിന്തിച്ചാൽ മതി. നമ്മുടെ അവസാന നിമിഷം എന്താണ് പെട്ടെന്ന് അങ്ങ് പഠിക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ കുറെ കാര്യങ്ങൾ അങ്ങ് ഇരുന്നോളും. ഓക്കെ, അപ്പൊ നമുക്ക് ഫുൾ മോക്കിലേക്ക് കിടക്കാം. 100 മാർക്കിന്റെ ഫുൾ മോക്കാണ്. 90 മിനിറ്റ് സെറ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കുക കേട്ടോ. അല്ല, നിങ്ങൾ എക്സാം എഴുതുക. കാരണം എക്സാമിന് നമുക്ക് 1.5 മണിക്കൂർ 90 മിനിറ്റ് ആണുള്ളത്. അപ്പൊ 100 ക്വസ്റ്റ്യൻസ് നമുക്ക് വായിക്കണം. ആ 100 ക്വസ്റ്റ്യൻസ് നമുക്ക് അറിയാവുന്ന എത്ര ക്വസ്റ്റ്യൻ ഉണ്ടോ നമുക്ക് മനസ്സിലാക്കണം. അപ്പൊ അതിന് നമ്മൾ സമയമൊക്കെ സെറ്റ് ചെയ്ത് ഫുൾ മോക്കൊക്കെ ചെയ്താലാണ് നമുക്ക് എന്തെങ്കിലും പ്രയോജനം കാണത്തുള്ളൂ. ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എക്സാമിന് സമയം തികഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എക്സാമിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഫസൽ അലി. ആരാണ്? ഓപ്ഷൻ സി ആണ്, ഫസൽ അലി ആണ് ഉത്തരം. ഓപ്ഷൻ സി, ഫസൽ അലി. ഓപ്ഷൻ സി ആണ്, ഫസൽ അലി. 2. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഇരുമ്പുരുക്ക് വ്യവസായം. ഓപ്ഷൻ ബി ആണ്, ഇരുമ്പുരുക്ക് വ്യവസായം. 3. ബ്രിട്ടീഷ് രേഖകളിൽ കൊട്ടിയൂട്ട് രാജ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഭരണാധികാരി? ഉത്തരം ഓപ്ഷൻ ബി ആണ്, പഴശ്ശിരാജ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, പഴശ്ശിരാജ. 4. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ പാത? ഉത്തരം ഓപ്ഷൻ എ ആണ്, അലഹാബാദ് ഹാൽഡിയ. അലഹാബാദ് ഹാൽഡിയ. 5. സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയവർ ആരെല്ലാം? ഉത്തരം ഓപ്ഷൻ ബി ആണ്, CR ദാസ് മോത്തിലാൽ നെഹ്റു. ഉത്തരം ഓപ്ഷൻ ബി ആണ്, CR ദാസ് മോത്തിലാൽ നെഹ്റു. 6. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ആകെ വിസ്തൃതി? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 73.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. 7. അഗ്നിപുത്രി എന്ന് വിശേഷിപ്പിക്കുന്ന ഭാരതീയ വനിത? ഉത്തരം ഓപ്ഷൻ എ, ടെസ്സി തോമസ്. ഉത്തരം ഓപ്ഷൻ എ, ടെസ്സി തോമസ്. 8. കേരളത്തിന്റെ ഭാഗമല്ലാത്ത ഭൂപ്രകൃതി വിഭാഗം? ഉത്തരം ഓപ്ഷൻ സി ആണ്, മരുപ്രദേശം. ഉത്തരം ഓപ്ഷൻ സി, മരുപ്രദേശം. 9. ചേരി ചേരാ പ്രസ്ഥാനം രൂപവൽക്കരിക്കാൻ തീരുമാനിച്ച സമ്മേളനം? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ബാന്തുങ് സമ്മേളനം. ബാന്തുങ് സമ്മേളനം. 10. സമീപകാലത്ത് വാമൊഴിയിൽ നിന്നും വരമൊഴിയിലേക്ക് രൂപാന്തരപ്പെട്ട കേരള കർണാടക ഭാഷ? ഉത്തരം ഓപ്ഷൻ സി ആണ്, ബ്യാരി. 11. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഫ്രഞ്ച് വിപ്ലവം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഫ്രഞ്ച് വിപ്ലവം. 12. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വത നിരയുടെ കിഴക്കൻ ചരിവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ചിനൂക്ക്. 13. കാർഷിക കാലങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വിളകൾ താഴെ തന്നിരിക്കുന്നു. മുകളിൽ തന്നിരിക്കുന്നവർ ശരിയായ ജോഡികൾ ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, 1, 3 ആണ്. ഉത്തരം ഓപ്ഷൻ സി, 1, 3. ഖാരിഫ്, നെല്ല്, സെയ്ദ്, പഴവർഗ്ഗങ്ങൾ. 14. താഴെ തന്നിട്ടുള്ള വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടുന്നത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, നിക്ഷേപങ്ങൾ സ്വീകരിക്കുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, നിക്ഷേപങ്ങൾ സ്വീകരിക്കുക. 15. താഴെ തന്നിരിക്കുന്നവരിൽ ശരിയായ ജോഡി ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, 3ഉം 4ഉം. ദുർഗാപൂർ പശ്ചിമ ബംഗാൾ, ബൊക്കാറോ ജാർഖണ്ഡ്. ഈ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ ഇപ്പോഴും നന്നായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. സ്റ്റീൽ പ്ലാന്റ്സ് ഈ വർഷം PSC ചോദിച്ചിട്ടുണ്ട്. ഒരു SCERT ഫാക്ട് ആട്ടോ, നമ്മൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ കാർഷിക കാലങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വിളകളും ഇതും നമ്മൾ ഷുവറായിട്ടും പഠിച്ചിരിക്കും. ഇതൊക്കെ ഇപ്പോഴും PSC ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. 16.
താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ നിരീക്ഷിക്കുക. മുകളിൽ തന്നിട്ടുള്ള ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 2, 3 ശരിയാണ്. 1, 2, 3 ശരിയാണ്. ഇന്ത്യയിലെ മുഖ്യ താപോർജ്ജ സ്രോതസ്സാണ് കൽക്കരി. പ്രധാന വ്യാവസായിക ഇന്ധനമാണ് കൽക്കരി. ബിറ്റുമേസ് വിഭാഗത്തിൽപ്പെട്ട കൽക്കരിയാണ് ഇന്ത്യയിൽ കൂടുതലും കാണപ്പെടുന്നത്. 17 ചുവടെ കൊടുത്തിട്ടുള്ള പ്രസ്താവനയിൽ ഉദാരവൽക്കരണത്തിന്റെ ഫലമായുള്ള മാറ്റത്തിൽ പെടുന്നവ ഏവ? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 2, 3 ആണ് പെടുന്നവ. വ്യവസായങ്ങൾ തുടങ്ങാനുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചു. കമ്പോള നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. കൂടുതൽ മേഖലകളിൽ വിദേശ നിക്ഷേപം അനുവദിച്ചു. ഓക്കെ, ഇതുണ്ടല്ലോ ന്യൂ എക്കണോമിക് പോളിസി, ഉദാരവൽക്കരണം, ആഗോളവൽക്കരണം, അതുപോലെ പ്രൈവറ്റൈസേഷൻ, സ്വകാര്യവൽക്കരണം. ഇത് മൂന്നും നന്നായിട്ട് പഠിക്കണം. അതൊക്കെ ഷുവറായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ എൻ്റെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ഏതൊക്കെയാണ് അതിനകത്തൊക്കെ ഞാനിത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇനിയുള്ള ദിവസം നന്നായിട്ട് വിനിയോഗിക്കുക. ഇനിയുള്ള ദിവസം അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ ചാൻസ് എങ്ങനെയെങ്കിലും ഒന്ന് വിനിയോഗിക്കുക. 18 2020 ഏപ്രിൽ 1 നിലവിൽ വന്ന ബാങ്ക് ലയനത്തോടു കൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്ക് ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. പഞ്ചാബ് നാഷണൽ ബാങ്ക്. ഈ ബാങ്ക് ലയനം ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. ഇതും ഞാൻ എൻ്റെ ആ വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ബാങ്ക് ലയനം നടന്ന 2020 പക്ഷെ ഇത് 2024 2023 ഒക്കെ അവർ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കിക്കോ, 2023 യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് മെയിൻസിനൊക്കെ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വെരി വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, അടുത്തത് 19 UNDP-യുടെ 2020 റിപ്പോർട്ട് അനുസരിച്ച് മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 19ന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 131. ഇതും ഞാൻ എൻ്റെ കറണ്ട് അഫേഴ്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. കറണ്ട് അഫേഴ്സ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് കയറി കാണണം കേട്ടോ. അതിനകത്ത് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അല്ല ഈ ഒരു പോർഷൻ പറഞ്ഞിട്ടുണ്ട്. UNDP-യുടെ മാനവ വികസന സൂചിക, അതുപോലെ തന്നെ ഹാപ്പിനെസ് ഇൻഡെക്സ്, അതുപോലെ തന്നെ ലോജിസ്റ്റിക്സ് ഇൻഡെക്സ്, ഹാപ്പിനെസ് ഇൻഡെക്സ്, മാനവ വികസന സൂചിക, ഇത് കൂടാതെ വേറെയുണ്ട് സൂചികകൾ. നമുക്കത് പഠിക്കാം. ഇതെല്ലാം PSC ഇപ്പൊ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ഷുവറായിട്ടും പഠിച്ചിട്ട് പോകണം. 20 ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സമത്വത്തിനുള്ള അവകാശം എന്ന മൗലിക അവകാശത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആശയങ്ങളിൽ പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഒന്ന് മാത്രമാണ്. മതഭാഷ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അവകാശം. 21 കേരള കൃഷി വകുപ്പിന്റെ സേവനങ്ങൾ ടെക്നോളജിയുടെ സഹായത്തോടെ കർഷകർക്ക് എത്തിക്കാൻ ആവിഷ്കരിച്ച പദ്ധതിയായ എയിംസിന്റെ പൂർണ്ണരൂപം? ഉത്തരം ഓപ്ഷൻ സി ആണ്. കൾച്ചർ ഇൻഫോർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. 22 കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1, 2, 3. 1, 2, 3 ശരിയാണ്. 1993 ഡിസംബർ 3 നിലവിൽ വന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 243K പ്രകാരമാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ സ്ഥാപിതമായത്. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകൾ നടത്തുക എന്നതാണ് കമ്മീഷന്റെ പ്രധാന ചുമതല. ഓക്കെ, അപ്പൊ ഈ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. ഈ വർഷം ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിക്കുന്നുണ്ട്. 23 കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന? ഉത്തരം ഓപ്ഷൻ എ ആണ്. 4 മാത്രം. 2008 മെയ് 4 കേരളത്തിലെ ആദ്യത്തെ ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത്. ഈ ദുരന്ത നിവാരണ അതോറിറ്റി ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. 24 കേരള സാമൂഹ്യ നീതി വകുപ്പിന്റെ കീഴിലുള്ള മന്ദഹാസം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. കൃത്രിമ ദന്തങ്ങളുടെ പൂർണ്ണ സെറ്റ് സൗജന്യമായി വെച്ച് കൊടുക്കുന്ന പദ്ധതി. 25 കേരളത്തിലെ നെൽവേർ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ്. 2008 ഓഗസ്റ്റ് 11. 26 കേരളത്തിലെ നിലവിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആര്? ഉത്തരം ഓപ്ഷൻ സി ആണ്. ശ്രീ വി ശിവൻകുട്ടി. ഞാനിതൊന്ന് ചെക്ക് ചെയ്തിട്ട് പറയാട്ടോ. ഇത് 21 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. 27 15ാം കേരള നിയമസഭയിലെ വനിതാ MLA മാർ എത്ര? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 11. 28 ഇന്ത്യൻ ഭരണഘടന പ്രകാരം മൗലിക കർത്തവ്യവുമായി ബന്ധപ്പെട്ട് താഴെ പറഞ്ഞ ശരിയായ പ്രസ്താവനകൾ ഏവ? ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 2, 3 ശരിയാണ്. 1, 2, 3 ശരിയാണ്. 29 ഇന്ത്യൻ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള യോഗ്യതകൾ വിവരിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്. 58. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആട്ടോ. 30 ദാദ്ര നാഗർ ഹവേലി ദാമൻ ദിയു എന്നീ കേന്ദ്ര
ഭരണ പ്രദേശങ്ങളുടെ നിലവിലെ അഡ്മിനിസ്ട്രേറ്റർ ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, പ്രഫുൽ പട്ടേൽ. ഇതും ഇപ്പൊ മാറിക്കാണും. 31 ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1, 2, 3 തെറ്റാണ്. ഓക്കെ, 1, 2, 3 തെറ്റാണ്. തെറ്റായ പ്രസ്താവന സോറി ഉത്തരം ഓപ്ഷൻ ബി ആട്ടോ, 3 മാത്രം തെറ്റാണ്. അതാണ് എനിക്കൊരു കൺഫ്യൂഷൻ വന്നത്. ഓപ്ഷൻ ബി ആണ്, 3 മാത്രം തെറ്റ്. തിരഞ്ഞെടുപ്പ് നടത്താൻ വിപുലമായ ഉദ്യോഗസ്ഥ വൃന്ദം തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഉണ്ട്. ബി ആണ് തെറ്റ്. 32 പ്രധാനമന്ത്രി ഉൾപ്പെടെ കേന്ദ്ര മന്ത്രിസഭ ആകെ അംഗങ്ങളുടെ എണ്ണം ലോക്സഭാ മെമ്പർമാരുടെ 15% നിജപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 91 ഭരണഘടനാ ഭേദഗതി. 33 സ്റ്റേറ്റ് യൂണിയൻ കൺകറന്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സ്റ്റേറ്റ് ലിസ്റ്റ് 66, യൂണിയൻ ലിസ്റ്റ് 97, കൺകറന്റ് ലിസ്റ്റ് 47. 34 ബി ലിംഫോസൈറ്റുകളെ സംബന്ധിച്ച് താഴെ കൊടുത്ത പ്രസ്താവന തെറ്റായവ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 1, 4 തെറ്റ്. തെറ്റാട്ടോ, 1, 4 തെറ്റാണ്. 35 സർക്കാരിന്റെ രോഗപ്രതിരോധവൽക്കരണ പ്രക്രിയയിൽ ജീവകം എ ഉൾപ്പെടുത്തിയതിന്റെ ഉദ്ദേശങ്ങൾ ഏവ? ഉത്തരം ഓപ്ഷൻ എ ആണ്, 1, 4 ആണ്, 1, 4. 36 പ്രമുഖ പ്രകൃതി ശാസ്ത്രജ്ഞനായ ജോൺ റേയുടെ സംഭാവനകളിൽ ശരിയായവ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 2, 3 ശരിയാണ്. 2, 3 ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 2, 3 ശരിയാണ്. 37 ചിക്കൻ ബോക്സ് പകർത്തുന്ന സൂക്ഷ്മാണു ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, വാരിസെല്ല വൈറസ്. 38 താഴെ പറയുന്ന അസുഖങ്ങളിൽ സൂണോറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന അസുഖം ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, എലിപ്പനി. 39 ശരാശരി ബ്ലഡ് പ്രഷർ, നോർമൽ ബ്ലഡ് പ്രഷർ എത്രയാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, 120/80 mm ഓഫ് മെർക്കുറി. 40 ദേശീയ ആരോഗ്യ ദൗത്യം നാഷണൽ ഹെൽത്ത് മിഷൻ ആരംഭിച്ചത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, 2013. 41 ക്രഷിംഗ് ദി കർവ് താഴെ പറയുന്നതിൽ ഏത് അസുഖവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കൊറോണ വൈറസ്. 42 വീർപ്പിച്ച ഒരു ബലൂൺ വെള്ളത്തിൽ അടിയിലേക്ക് താഴ്ത്തുമ്പോൾ അതിന്റെ വലിപ്പം കുറയുന്നു. ഇതിന് താഴെ തന്നിരിക്കുന്ന ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ബോയിൽ നിയമം. 43 താഴെ പറയുന്നവയിൽ ലോഹങ്ങളുടെ സവിശേഷത അല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, 1 മാത്രം. 44 യഥാർത്ഥ ലായനിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് കണികകളെ അരിച്ചു മാറ്റാൻ കഴിയില്ല. 45 ദ്രവ്യത്തിന്റെ 9ാമത്തെ അവസ്ഥ ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ജാൻ ടെല്ലർ മെറ്റൽ. 46 ലോകത്തിലെ 3ാമത്തെ വലിയ വജ്രം ഖനനം ചെയ്തെടുത്തത് എവിടെ നിന്നാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ബോട്സ്വാന. 47 ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ പോളിൽ നിന്ന് മുഖ്യ ഫോക്കസിലേക്കുള്ള ദൂരം 12 സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ വക്രത ആരം എത്ര? ഉത്തരം ഓപ്ഷൻ സി ആണ്, 24 സെന്റിമീറ്റർ. 48 ഒരു വസ്തുവിനെ ഭൂമിയുടെ ധ്രുവപ്രദേശത്ത് നിന്ന് ഭൂമധ്യരേഖാ പ്രദേശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതിന്റെ പിണ്ഡവും ഭാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്, പിണ്ഡം മാറുന്നില്ല, ഭാരം കുറയുന്നു. 49 പ്രസ്താവന ചലിക്കുന്ന യന്ത്രഭാഗങ്ങളുടെ സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങൾക്കിടയ്ക്ക് ഘർഷണം കുറയ്ക്കുന്നതിന് വേണ്ടി ബെയറിങ്ങുകൾ ഉപയോഗിക്കുന്നു. കാരണം ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തെക്കാൾ കുറവാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്, എസും ആറും ശരിയാണ്. എസിനുള്ള ശരിയായ വിശദീകരണമാണ് 6. 50 മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഗഗൻയാൻ. 51 ഇന്ത്യയുടെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-3 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനം? ഉത്തരം ഓപ്ഷൻ എ ആണ്, GSLV F-10. 52 ഗതിക എന്ന പ്രശസ്ത ആദിവാസ കലയെ പരിപോഷിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി ആര്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, PK കാളൻ. 53 താഴെ കൊടുത്തവയിൽ ഏത് സിനിമയാണ് G അരവിന്ദൻ സംവിധാനം ചെയ്യാത്തത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, എലിപ്പത്തായം. 54 1990 വിംബിൾഡൺ ജൂനിയർ ചാമ്പ്യനായ ഇന്ത്യൻ ടെന്നീസ് കളിക്കാരൻ? ഉത്തരം ഓപ്ഷൻ ഡി, ലിയാണ്ടർ പേസ്. 55 താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് കൃതിയാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചെറുകഥയിൽ ഉൾപ്പെടാത്തത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഏകാന്ത പഥികൻ.
56 1997 ഏറ്റവും മികച്ച നടനുള്ള ദേശീയ അവാർഡ് മമ്മൂട്ടിക്കൊപ്പം പങ്കിട്ട സിനിമാ നടൻ ആര്? ഉത്തരം ഓപ്ഷൻ ബി ആണ് അജയ് ദേവ്ഗൺ. 57 2018 കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടിയ ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി 3. 58 2020 ഒളിമ്പിക്സ് ഫുട്ബോൾ സ്വർണം നേടിയ ബ്രസീലിന് വേണ്ടി ഗോൾ നേടിയ കളിക്കാരൻ ആര്? ഉത്തരം ഓപ്ഷൻ ഡി മാൽക്കം. 59 താഴെ പറയുന്ന നെറ്റ്വർക്ക് ഉപകരണങ്ങളിൽ പ്രോട്ടോകോൾ പരിവർത്തനത്തിന് കഴിവുള്ളത് ആർക്ക്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഗേറ്റ്വേ. 60 ഒറിജിനൽ വെബ്സൈറ്റ് ആണെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് വ്യാജ വെബ്സൈറ്റ് ഉപയോഗിച്ച യൂസർ നെയിം പാസ്വേഡ് എന്നിവ മോഷ്ടിക്കുന്ന രീതി? ഉത്തരം ഓപ്ഷൻ ബി ആണ് ഫിഷിംഗ്. ഓപ്ഷൻ ബി ആണ്. 61 താഴെ പറയുന്നതിൽ കമ്പ്യൂട്ടറിലെ പ്രോസസ്സിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെമ്മറി ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ് ക്യാഷ് മെമ്മറി. 62 കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രാലയത്തിന്റെ ഡിജിറ്റൽ ഇന്ത്യ ഇനീഷ്യേറ്റീവ് കീഴിൽ 2020 നടത്തിയ വീഡിയോ കോൺഫറൻസിംഗ് സൊല്യൂഷൻ ഡെവലപ്മെന്റ് ചലഞ്ചിലെ വിജയിയായ കമ്പനി? ഉത്തരം ഓപ്ഷൻ എ ആണ് ടെക് ജൻഷ്യ. 63 ഇന്ത്യയിൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി സിഡാക് വികസിപ്പിച്ച GNU ലിനക്സ് സോഫ്റ്റ്വെയർ? ഉത്തരം ഓപ്ഷൻ ബി ആണ് ബോസ്. 64 2005 വിവരാവകാശ നിയമപ്രകാരം പൗരന് ലഭിക്കാവുന്ന വിവരവുമായി ബന്ധപ്പെട്ട ശരി ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. വകുപ്പ് 8, 9 എന്നിവയിൽ പറഞ്ഞിട്ടുള്ളത് ഒഴികെ പൊതു അധികാര സ്ഥാപനങ്ങളുടെ പക്കലുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നതാണ്. 65 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ കീഴിൽ അന്വേഷണത്തിലുള്ള അധികാരങ്ങൾ നൽകിയിട്ടുള്ളത് ആർക്കാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഡയറക്ടർ ജനറലിനും ജില്ലാ കളക്ടർക്കും. 66 ഏതു നിയമത്തിലാണ് സാമൂഹിക ബഹിഷ്കരണം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം 1989. 67 2005 ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീ സംരക്ഷണ നിയമത്തിന്റെ വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട് തെറ്റായ ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. നിയമപരമായി വിവാഹിതനായ ഭർത്താവിനെതിരെ മാത്രമേ പരിഹാരങ്ങൾ അവകാശപ്പെടാനാവുകയുള്ളൂ. 68 2012 ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് കുട്ടികൾക്കുള്ള സംരക്ഷണ നിയമത്തിന്റെ സംരക്ഷണം ലഭിക്കുന്ന കുട്ടിയുടെ പ്രായപരിധി? ഉത്തരം ഓപ്ഷൻ എ ആണ് 18 വയസ്സിൽ താഴെ. 69 ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി. 70 ദേശീയ പിന്നോക്ക വിവാഹ കമ്മീഷന് ഭരണഘടനാ പദവി നൽകിയത് ഏതു ഭേദഗതിയിലൂടെയാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് 102-ാം ഭേദഗതി നിയമം 2018. അടുത്തത് മാത്സ് ആണ്. വർഷത്തിൽ കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ ഒരാൾ 2000 രൂപ നിക്ഷേപിച്ചു. 2 വർഷം കഴിഞ്ഞപ്പോൾ തുക 2205 ആയി. എങ്കിൽ പലിശ നിരക്ക് എത്ര? ഉത്തരം ഓപ്ഷൻ സി ആണ് 5%. 72 ഒരു സമചതുരത്തിന്റെ വികരണം 12 സെന്റിമീറ്റർ ആകുന്നു. അതിന്റെ പരപ്പളവ് എത്ര? ഉത്തരം ഓപ്ഷൻ ഡി ആണ് 72. 73 ഒരു പരീക്ഷയ്ക്ക് ഹാജരായവരിൽ 49.3% കുട്ടികൾ വിജയിച്ചു. ജയിച്ചവരുടെ എണ്ണം 23,128 ആയാൽ ഏകദേശം എത്ര കുട്ടികൾ പരീക്ഷ എഴുതി? ഉത്തരം ഓപ്ഷൻ എ ആണ് 46,913. 74 150 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 2 കിലോമീറ്റർ പെർ മണിക്കൂറിൽ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരാളെ കടന്നു പോകാൻ 10 സെക്കൻഡ് എടുത്തു. എങ്കിൽ ട്രെയിനിന്റെ വേഗത എന്ത്? ഉത്തരം ഓപ്ഷൻ എ ആണ് 52 കിലോമീറ്റർ പെർ അവർ. 75 ഒരു ടാങ്ക് അതിന്റെ 3/4 ഭാഗം വെള്ളം നിറച്ചിരിക്കുന്നു. 5 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചാൽ അതിന്റെ 4/5 ഭാഗം നിറയുമെങ്കിൽ ടാങ്കിന്റെ യഥാർത്ഥ ശേഷി എത്ര? ഉത്തരം ഓപ്ഷൻ എ ആണ് 100 ലിറ്റർ. 76 പേനയെ പെൻസിൽ എന്നും പെൻസിലിനെ ചോക്ക് എന്നും ചോക്കിനെ സ്ലേറ്റ് എന്നും സ്ലേറ്റിനെ പേപ്പർ എന്നും എഴുതിയാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ എഴുതാൻ ഉപയോഗിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി പെൻസിൽ. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ്. ഉത്തരം ഓപ്ഷൻ സി ആണ് 342. 78 ABCDEF എന്നീ 6 പേർ പരസ്പരം അഭിമുഖമായി വട്ടത്തിൽ ഇരിക്കുന്നു. F എന്നയാൾ ബിയുടെ ഇടത്ത് നിന്ന് മൂന്നാമതാണ്. A എന്നയാൾ സിയുടെ ഇടത്ത് നിന്ന് നാലാമതാണ്. D എന്നയാൾ സിക്കും എഫിനും ഇടയിലാണ്. E എന്നയാൾ എക്കും എഫിനും ഇടയിലാണ്. എങ്കിൽ ഇയുടെ എതിർവശം ഇരിക്കുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ സി ആണ്. സി. ഒറ്റയാനെ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി ആണ് 9. 80 ഈ ചിഹ്നം ഉപയോഗിച്ചത് ഫില്ല് ചെയ്യാനാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ് 3. അടുത്തത് ഇംഗ്ലീഷ് ആണ്. ഫില്ലിംഗ് ദ ബ്ലാങ്ക് വിത്ത് ദ അപ്രോപ്രിയേറ്റ് വേർഡ്സ്.
81. I bought a pen dash pen writes well. ഉത്തരം ഓപ്ഷൻ സി ആണ് the. 82. The principal along with his staff dash going for a picnic. ഉത്തരം ഓപ്ഷൻ ബി ആണ് is. 83. I usually drink tea but today I dash coffee. ഉത്തരം ഓപ്ഷൻ എ ആണ് I am drinking. 84. This house is dash than my house. ഉത്തരം ഓപ്ഷൻ ബി ആണ് bigger. 85. Dr. Kalam was born dash 1931. ഉത്തരം ഓപ്ഷൻ സി ആണ് in. 86. One of his dash is studying in Mumbai. ഉത്തരം ഓപ്ഷൻ ബി ആണ് sons. 87. He ran dash. ഉത്തരം ഓപ്ഷൻ എ ആണ് fast. 88. The meaning of harmony is. ഉത്തരം ഓപ്ഷൻ ഡി ആണ് agreement. 89. The synonym of cease. ഉത്തരം ഓപ്ഷൻ ബി ആണ് catch. 90. The antonym of cease. ഉത്തരം ഓപ്ഷൻ സി ആണ് begin. അടുത്തത് മലയാളമാണ്. നീതിയെ സംബന്ധിക്കുന്നത് എന്നർത്ഥം വരുന്നത് ഉത്തരം ഓപ്ഷൻ എ നൈതികം. 92. ധനാശി പാടുക എന്ന ശൈലിയുടെ ശരിയായ അർത്ഥം ഉത്തരം ഓപ്ഷൻ ഡി ആണ് അവസാനിപ്പിക്കുക. 93. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ബി ആണ് എനിക്ക് 10 തേങ്ങ വേണം. ഓപ്ഷൻ ബി ആണ്. 94. ഉന്നമ്രം എന്ന പദം ശരിയായി പിടിച്ചെഴുതുക. ഉത്തരം ഓപ്ഷൻ സി ആണ് ഉത്പ്ലസ് നമ്രം. 95. താഴെ തന്നിരിക്കുന്നതിൽ ആമയുടെ പര്യായമായി വരുന്ന പദമേത്? ഉത്തരം ഓപ്ഷൻ ബി കച്ചപ്പം. 96. ഇഫ് യു വാണ്ട് ടു ഷൈൻ ലൈക്ക് എ സൺ ഫസ്റ്റ് ബേൺ ലൈക്ക് എ സൺ എന്നതിന്റെ യഥാർത്ഥ പരിഭാഷ ഉത്തരം ഓപ്ഷൻ ഡി ആണ് നിങ്ങൾക്ക് ഒരു സൂര്യനെ പോലെ തിളങ്ങണമെങ്കിൽ ആദ്യം സൂര്യനെ പോലെ കത്തി ജ്വലിക്കുക. 97. താഴെ കൊടുത്തിരിക്കുന്നതിൽ ബഹുവചനത്തെ സൂചിപ്പിക്കാത്ത പദമേത്? ഉത്തരം ഓപ്ഷൻ സി ആണ് സ്വാമികൾ. 98. അപരജൻ എന്ന പദത്തിന്റെ വിപരീതം ഉത്തരം ഓപ്ഷൻ എ ആണ് അഗ്രജൻ. 99. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പദമേത്? ഉത്തരം ഓപ്ഷൻ എ ആണ് ഉദ്ഗ്രഥിതം. 100. ഭഗിനി എന്ന പദത്തിന്റെ പുല്ലിംഗ രൂപം ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഭ്രാതാവ്. ഓപ്ഷൻ ഡി ഭ്രാതാവ്. അപ്പൊ 100 മാർക്കിന്റെ ഫുൾ മോക്ക് ആണ്. ഇത് 2021 പേപ്പർ ആട്ടോ. അപ്പൊ ചില ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ആൻസേഴ്സ് കറണ്ട് അഫേഴ്സ് പൊസിഷൻസ് ഒക്കെ മാറിയിട്ടുണ്ടാകും. അപ്പൊ ഇനിയുള്ള ദിവസങ്ങൾ നന്നായിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.